നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൂയ നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. പൂയ നക്ഷത്രക്കാർ പൊതുവെ നല്ല വിദ്യയുള്ളവരായിരിക്കും. അതുപോലെ തന്നെ നല്ല സാമ്പത്തിക ശേഷിയുള്ളവരായിരിക്കും. എപ്പോഴും പ്രസന്ന മുഖത്തോടു കൂടി ഇരിക്കുന്നവരായിരിക്കും. എന്തൊക്കെ പ്രതിസന്ധികൾ ഇവരുടെ ജീവിതത്തിലുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ വളരെ സന്തോഷപ്രദമായിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡോടുകൂടിയാണ് അവർ മറ്റുള്ളവരോട് ഇടപെടുക. നല്ല കർമ്മകുശലത ഉണ്ടാകും. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. എന്ത് മേഖലയിൽ പ്രവൃത്തിയെടുത്താലും വളരെ നല്ല രീതിയിൽ അത് വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയും. ധാർമ്മികമായ കാര്യങ്ങളിലും ആധ്യാത്മികമായ കാര്യങ്ങളിലും ശാസ്ത്ര വിഷയങ്ങളിലും ഇവർക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരെക്കാളും പൊതുവിജ്ഞാനം ഈ നക്ഷത്രക്കാർ കൂടുതലായിട്ട് കാണിക്കും. പ്രകൃതി സൗന്ദര്യത്തിൽ താല്പര്യമുണ്ടാകും. ഗ്രഹാതുരത്വം ഇവരുടെ പ്രത്യേകതയാണ്. സ്വഗ്രഹത്തിൽ നിന്നും മാറി നിൽക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ഗ്രഹം മാത്രമല്ല, തൻ്റെ അമ്മയോടും തൻ്റേതായ എല്ലാ വസ്തുക്കളോടും പ്രത്യേകമായിട്ടുള്ള ഒരു മമത ഇവർ കാണിക്കും. പൂയ നക്ഷത്രത്തിൻ്റെ രാശിയാധിപൻ ചന്ദ്രൻ ആയതുകൊണ്ട്, കർക്കിടകം ജലരാശി ആയതുകൊണ്ടും 5ാം ഭാവത്തിൽ ചന്ദ്രൻ നീചം സംഭവിക്കുന്നതുകൊണ്ടും ചഞ്ചല സ്വഭാവക്കാരായിരിക്കും. ഇവർ പൊതുവെ സഞ്ചാരപ്രിയരായിരിക്കും. പരാജയങ്ങൾ ഇവരെ തളർത്താറില്ല. പ്രതിബന്ധങ്ങളെ തള്ളി നീക്കി ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരാനായിട്ട് ഇവർക്ക് സാധിക്കും. സ്നേഹിതർക്ക് വേണ്ടി നന്മകൾ ചെയ്യുന്ന കാര്യത്തിൽ ഇവർ മുൻപന്തിയിലാണ്. ചെറിയ കാര്യത്തിന് പോലും അസ്വസ്ഥമാകുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും ഇവർ. ചെറുതായി വഴക്കിടുന്ന സ്വഭാവം ഇവരിൽ കാണാറുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരികയും മറ്റുള്ളവരോട് വഴക്കിടുകയും അവരോട് പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ ബന്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട്. നിസ്സഹായരായിരിക്കുന്ന വ്യക്തികളെ സഹായിക്കുന്ന കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധ കാണിക്കുന്ന സ്വഭാവക്കാരായിരിക്കും. സഹോദര ഗുണം, ഭൂമിയിൽ നിന്നുള്ള ഗുണങ്ങളും ഇവർക്ക് കുറഞ്ഞിരിക്കും. അതായത് ഇവർക്ക് കൃഷി ചെയ്തിട്ട് കാർഷിക മേഖലയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനോ സ്വന്തം കൂടപ്പുറപ്പുകളിൽ നിന്നും നല്ല സഹായങ്ങൾ കിട്ടാനോ ഉള്ള യോഗം കുറവായിരിക്കും. അതേപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി കുറവായത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഇവർക്കുണ്ട്. അതായത് ദഹനക്കേട് പോലെയുള്ള കാര്യങ്ങൾ. നല്ല ഭക്ഷണപ്രിയരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദഹനത്തിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ ഇവർക്ക് കൂടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവർ വിചാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് മറ്റുള്ളവരിൽ നിന്നും കാര്യങ്ങൾ നേടാനായിട്ട് വളരെ മിടുക്കരാണ്. നല്ല സംഭാഷണ ചാതുര്യം ഇവർക്കുണ്ട്. ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരാനുള്ള വേണ്ടിയിട്ട് എന്ത് കഴിവും ഇവർ പ്രയോഗിക്കും. ഇവരുടെ ജീവിതം ഒരു പക്ഷേ ഈ ഞണ്ടിൻ്റെ ജീവിതം പോലെ ഒരു സൈഡ് വൈസ് ആയിട്ട് പോകുന്ന ഒരു രീതിയായിരിക്കും. അതായത് ശത്രുക്കളിൽ നിന്നും വഴുതി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും. എതിർപ്പുകൾ മാന്യമായി പ്രകടിപ്പിക്കും. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രതിസന്ധികളിലൂടെ ജീവിതം കടന്നു പോകും. എന്നാൽ ഇതൊക്കെയാണെങ്കിലും കഴിഞ്ഞ കാര്യങ്ങളെ എപ്പോഴും ഓർത്തു വയ്ക്കുന്നൊരു സ്വഭാവം ഇവർക്കുണ്ട്. സ്വന്തം ലാഭനഷ്ടം കണക്കാക്കി മാത്രം പ്രവർത്തിക്കുന്നൊരു സ്വഭാവവും ഇവർക്കുണ്ട്. ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും ഇവർ ഉത്തരവാദിത്വം മനസ്സിലാക്കി പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഓരോ സ്ഥാനത്തും വേണ്ട രീതിയിൽ പെരുമാറാനായിട്ട് ഇവർക്കറിയാം. ബഹളമില്ലായ്മ ഒരു ഗുണമാണ് ഇവർക്ക്. അതേപോലെ തന്നെ കുലീനത്വം എപ്പോഴും ഇവർ കാത്തു സൂക്ഷിക്കും. എപ്പോഴും ആഭിജാത്യം, സദ്ഗുണം മുതലായിട്ടുള്ള സ്വഭാവം ഇവർക്കുണ്ട്. ധർമ്മബുദ്ധിയാണ്. അത് കാരണം കൊണ്ടും മറ്റുള്ളവർക്ക് എപ്പോഴും ഇവരെ ഇഷ്ടപ്പെടും. പൂയ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ മൃദുല സ്വഭാവികളായിരിക്കും. ഭർതൃഭക്തിയുള്ളവരായിരിക്കും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ കുറച്ച് പൊരുത്തക്കേടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഭർത്താവ് അകന്നു നിൽക്കാൻ ഇടവരാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം അകന്നു പോകാൻ ഇടവരും. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ സത്യസന്ധതയുള്ള സ്വഭാവക്കാരായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.